നമുക്കറിയാം വേനൽക്കാലമാണ്, അതിഭയങ്കര ചൂടാണ്. അപ്പൊ നമ്മള് വീട്ടിലൊക്കെ ജനലും വാതിലൊക്കെ തുറന്നിട്ടിട്ട്, വാതിലല്ല ജനലൊക്കെ തുറന്നിട്ടിട്ടാണ് ഈ ചൂടിനൊരു ശമനം കണ്ടെത്തുക എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു കൊച്ചിന്റെ മരണവാർത്ത കേട്ടിട്ടുണ്ടായിരുന്നു. പാമ്പുകടി ഏറ്റ് കുഞ്ഞു മരിച്ച കാര്യം. അത് ആ ദിവസം കഴിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നും ചിറയൻകീഴില് ഒരു കുഞ്ഞിനെ പാമ്പുകടി ഏറ്റിട്ട് മരിച്ചു. ശരിക്കും പറഞ്ഞാൽ എന്താ ഇതിൽ നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇന്നത്തെ ഒരു കേസ് എന്ന് പറയുമ്പോ ആ കുട്ടി എന്തോ ഉറക്കത്തിലായിരുന്നു, പെട്ടെന്ന് എന്തോ കടിയേറ്റ് ഞെട്ടി ഉണർന്ന് കരയുന്നതായിരുന്നു കണ്ടത്. അപ്പൊ ആ കുട്ടിയുടെ അമ്മ അടുത്തുണ്ട്. ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം പറഞ്ഞത് രണ്ടായിട്ട് കാണുന്നു, കാഴ്ച രണ്ടായിട്ട് കാണുന്നു, തല ഇറങ്ങുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ ആദ്യം അമ്മയ്ക്ക് മനസ്സിലായില്ല. അപ്പൊ ആദ്യം അമ്മയ്ക്ക് മനസ്സിലാവാത്തോണ്ട് പിന്നെ അച്ഛൻ ഓടി വന്നത് കേട്ടപ്പോ കേൾക്കാത്ത പാതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് ചിറയൻകീഴ് താലൂക്ക് ഹോസ്പിറ്റലില് കൊണ്ടുപോകുന്നത്. ഈ കുട്ടി അതേ രീതിയിൽ അവരോട് പറഞ്ഞു, എനിക്ക് തല ഇറങ്ങുന്നുണ്ട്, രണ്ടായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ കളിയാക്കി ചിരിക്കുക ചെയ്തേ. വേണ്ട ചികിത്സ കൊടുത്തില്ല. പിന്നെ നമുക്കറിയാം പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിൽ അതായത് പേടിച്ചു കഴിഞ്ഞാൽ സ്പ്രെഡ് ആകും എന്ന് നമുക്കറിയാം എപ്പോ. അപ്പൊ ഈ കുഞ്ഞു കുട്ടിയല്ലേ, അപ്പൊ എന്താണെങ്കിൽ ഡ്രിപ്പ് ഇടാനായിട്ട് നീഡില് വേണം. അപ്പൊ അത് കണ്ടപ്പോ ഒന്നും കൂടി കുട്ടി പേടിച്ചു. ആദ്യം അതാണ് അവിടെ ചെയ്തു കൊടുത്തത്. അപ്പൊ അതും കൂടി ഒന്നുകൂടി പേടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നുകൂടി സ്പ്രെഡായി. ഇതാണ് ശരിക്കും പറഞ്ഞ മരണ കാരണം എന്നാണ് അവർ പറയുന്നത്. പക്ഷെ കുട്ടിയുടെ അച്ഛൻ പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. രണ്ടായിട്ടാണ് കാണുന്നത്, തലവേദന എടുക്കുന്നു, തല കറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് കൂടി ആദ്യമേ കുട്ടിയുടെ ഒരു കളി തമാശയായിട്ടാണ് അവർ കണ്ടത്. സീരിയസ് ആയിട്ട് പിന്നെയും ഇവൻ ഇങ്ങനെ തന്നെ വരുന്നു, കുഴഞ്ഞു വീഴാനൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് ഒരു ചികിത്സ കൊടുത്തത്. ശരിക്കും പറഞ്ഞാൽ ഇത് അനാസ്ഥ തന്നെയാണ്. കാരണം കരഞ്ഞ കുട്ടീനെ ഓടിച്ചെന്ന് എടുത്ത് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും വീട്ടുകാർ അവിടെ ചെയ്തു. കാരണം അവർക്ക് രക്ഷകരാകാനേ പറ്റത്തുള്ളൂ. പക്ഷെ ബാക്കിയുള്ള കാര്യം ചെയ്യേണ്ടത് ഡോക്ടേഴ്സ് ആണ്. നമ്മുടെ ഒരു പ്രതീക്ഷയാണ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവൻ രക്ഷപ്പെടണം എന്നുള്ള ഒരു നമ്മുടെ വിശ്വാസമാണ്. അതെ, നമ്മൾ ലാസ്റ്റ് ചാൻസ് ആയിട്ട് കാണുന്നത് നമ്മൾ ദൈവത്തെ പോലെയാണ്, മാലാഖമാരെ പോലെയാണ് ഡോക്ടർമാരെയും നഴ്സുമാരെയും കാണണേന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേട്ടത് നമ്മൾ. അപ്പൊ അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ഷോക്ക് തന്നെയാണ്. പക്ഷെ കേരളത്തില് ഇത് അടുപ്പിച്ച് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം ശരിയല്ല, സിസ്റ്റം ഫെയിലിയർ ആണ്. കാരണം ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അന്ന് എല്ലാ സംഭവങ്ങളെയും ഇവിടുത്തെ ആരോഗ്യമന്ത്രി എടുത്തു പറയുന്നത് സിസ്റ്റം ഫെയിലിയർ ആണ്. ഇവിടുത്തെ പാർട്ടി, അതായത് സംസ്ഥാന സർക്കാർ അതിനെ ന്യായീകരിക്കുന്നത് എന്താണ്? സംസ്ഥാന സർക്കാർ ന്യായീകരിക്കുന്ന ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത് എത്രാമത്തെ ഒറ്റപ്പെട്ട സംഭവമായിട്ട്? ഓരോ തവണയും ഓരോ പ്രശ്നം ഉണ്ടാവുമ്പോ അതെല്ലാം ഇത് വെറും ഒറ്റപ്പെട്ട സംഭവമാണ്, അത് ഒറ്റപ്പെട്ട സംഭവമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്രാമത്തെയാണ്? ഇതിനു മുമ്പത്തെ നമ്മൾ എക്സാമ്പിൾ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ കയ്യിലെണ്ണിയാൽ തീരത്തില്ല. അത്രയും എക്സാമ്പിൾസ് കിടക്കുമ്പോഴാണ് ഇതും മറ്റൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് വരുന്നത്. കാരണം എല്ലാം ഫോക്കസ് ചെയ്തേക്കുന്നത് മെഡിക്കൽ കോളേജിലാണ്. നമുക്ക് ഒന്നേന്ന് തന്നെ തുടങ്ങാം. തീർച്ചയായും ആദ്യം നമ്മുടെ ഈ ഏറ്റവും അടുത്ത് വയറ്റിൽ കത്രിക കുടുങ്ങിയ ഒരു അമ്മേനെ നമ്മൾ കണ്ടു. കാരണം നമ്മുടെയൊക്കെ അമ്മമാരുടെ പ്രായം ഉണ്ടാവും. ഉഷ ജോസഫ് എന്നാണ് പേര്. ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജില് ശസ്ത്രക്രിയക്ക് വിധേയായിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞു. ശസ്ത്രക്രിയക്ക് വിധേയാവണം എന്തിനാ? തീരെ നിക്കക്കളി ഇല്ലാത്തതുകൊണ്ടല്ലേ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നപ്പോഴത്തേക്കും അവർക്ക് വേദന വിട്ടുമാറുന്നില്ല. സകല ഹോസ്പിറ്റലിൽ പിന്നെ അവർ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ അസുഖം കണ്ടുപിടിക്കാൻ അവർക്ക് പറ്റിയില്ല. വേറെ പല മരുന്നുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെയൊക്കെ സൈഡ് എഫക്ട് കിട്ടുമോ എന്നുള്ളത് ആ അമ്മയ്ക്ക് കണ്ടു തന്നെ അറിയണം. അങ്ങനെയാണ് ആ അമ്മ അമൃതയിൽ പോകുന്നതും അവിടെ സ്കാനിങ് നോക്കിയപ്പോഴാണ് കത്രിക ഉള്ളിലുണ്ടെന്ന് അറിഞ്ഞത്. അതിന്റെ അഗ്രം പൊട്ടി എങ്ങാണ്ട് ഇരിക്കുവായിരുന്നു. എനിക്ക് തോന്നുന്നു 5 വർഷത്തിന് ശേഷം. കാരണം 2021, അതായത് അന്നത്തെ ആരോഗ്യമന്ത്രി എന്ന് പറയുന്നത് ശൈലജ ടീച്ചറാണ്. എന്നിട്ട് ഇവിടെ തമ്മിൽ അടി വന്നത് ശൈലജ ടീച്ചറിന്റെ കാലത്തല്ല, എന്റെ കാലത്താണെന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ശൈലജ ടീച്ചറിന്റെ അവസാന കാലഘട്ടത്തിലും ഇവരുടെ തുടക്കത്തിലുമാണ് ഈ സംഭവം വന്നിരിക്കുന്നത്. കാരണം മെയ് മാസത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു അവർ അഡ്മിറ്റ് ആയതും ചികിത്സ നടത്തിയതും. ശരിക്കും പറഞ്ഞാൽ ശൈലജ ടീച്ചറിന്റെ കാലഘട്ടത്തില് നടന്ന സംഭവം 5 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ്. ആ 5 വർഷം ആ അമ്മ അനുഭവിച്ച വേദനയുണ്ട്. എന്തുമാത്രമായിരിക്കും അല്ലേ? കാരണം അവരുടെ ജോലി തന്നെ തൊഴിലുറപ്പ് ജോലിയാണ്. ആ ജോലി പോലും അവർക്ക് മര്യാദയ്ക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി. ബ്ലഡ് പോവുകയാണ്, ആ അറ്റം മുട്ടുമ്പോ ബ്ലഡ് പോവാണ്. അതിനെ വരെയും ഗ്ലോറിഫൈ ചെയ്ത് സംസാരിച്ചൊരു ഡോക്ടറുണ്ട് ഇവിടെ. കത്രിക 5 അല്ല 50 വർഷം കിടന്നാലും ഒരു കുഴപ്പമില്ല.
എങ്ങനെയാണെങ്കിൽ ഇവര് കത്രി വെച്ചുകൊണ്ട് നടക്കട്ടെ. അതെ നമ്മളൊരു കാര്യം ഉപദേശിക്കുമ്പോ നമ്മൾ അത് കാണിച്ചു കൊടുക്കണ്ടേ, അതെ അതെ എന്നിട്ട് വേണം ഉപദേശിക്കാനായിട്ട്. അപ്പൊ 5 അല്ല 50 കൊല്ലം ഇവര് കത്രി വെച്ചുകൊണ്ട് നടന്നോട്ടെ, കുഴപ്പമില്ല. അവർക്കതൊരു ഉപദ്രവമാണ്, ഉം. അതുകൊണ്ട് വേണ്ട. ഇതൊരു ഒന്നാമത്തെ ഒറ്റപ്പെട്ട സംഭവം. ഇനി വേറെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വേറെ സംഭവം ഉണ്ടായി. ആൻജിയോഗ്രാം ചെയ്യാൻ വന്ന ഏതോ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് വന്നതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ. വേണു എന്ന് പറയും. 3 ദിവസമായിട്ട് അയാൾക്ക് ചികിത്സ കിട്ടിയില്ല. എന്നിട്ട് 3-ാമത്തെ ദിവസം ആ വ്യക്തി മരിച്ചു. ആ മരിക്കുന്നതിന് മുമ്പ് ആളുടെ സുഹൃത്തിന് ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ചികിത്സയില്ല, ദൈവത്തോർത്ത് ഇവിടെ ആരും വരരുത്, നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറച്ചിന് മാത്രമേ ഉള്ളൂ, ജീവൻ എടുക്കുന്നതാണ് ഇവിടുത്തെ സിസ്റ്റം. ഒരു പട്ടിക്കുഞ്ഞിനെ നോക്കുന്ന പോലെ പോലും നോക്കിയിട്ടില്ല, ഒരു ബെഡില്ല, താഴത്താണ് കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോഴും പറഞ്ഞത് സിസ്റ്റം ഫെയിലിയർ ആണ്. ഈ സിസ്റ്റം ഫെയിലിയർ എന്നാണ് തീരുന്നേ? അത് മാത്രല്ല ഇവര് പറയുന്നുണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച നമ്പർ 1 ആരോഗ്യ കേരളമാണ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഒന്നാമതാണ്, എല്ലാത്തിന്റെ കാര്യം ഒന്നാമതാന്ന് പറയുമ്പോഴും കേരളത്തെ ആർക്കും വേണ്ട, കേരളം വിട്ട് എല്ലാരും പുറത്തേക്ക് പോവാണ്. ന്യൂസ് നമ്മൾ വന്നില്ലേ, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ കണ്ണിന് വേണ്ടിട്ട് ചെന്നൈയിലേക്ക് പോയി. നമ്പർ 1 ആരോഗ്യ കേരളമാണെങ്കിൽ എന്താ കേരളത്തിൽ ഇവിടെ നമ്പർ 1 ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ടല്ലോ. എവിടെ തിരിഞ്ഞു കഴിഞ്ഞാലും കണ്ണാശുപത്രിയാണ് ഇവിടെ ഉള്ളത്. എന്നിട്ട് എന്തിനാണ് ചെന്നൈയിലേക്ക് പോകുന്നത്? ഇവിടെ ഇല്ല. അപ്പൊ ഇവിടുത്തെ ജനങ്ങൾ ഇതൊക്കെ അനുഭവിക്കണം. ഇത് തീർന്നില്ല, ഒറ്റപ്പെട്ട സംഭവം പിന്നെ തീർന്നില്ല. ഒരു 9 വയസ്സുകാരി കുട്ടി മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോ കൈ ഒന്ന് വീണ് കൈ ഒന്ന് പൊട്ടി. അവര് നേരെ പാലക്കാട് മെഡിക്കൽ കോളേജിലോ താലൂക്ക് ഹോസ്പിറ്റലോ കൊണ്ടുപോയി കഴിഞ്ഞ ശേഷം അവർ യഥാവിധം ചികിത്സ കൊടുത്തില്ല. ഈ കുട്ടിയുടെ കൈ അങ്ങ് കെട്ടിവെച്ചു. പഴുത്ത് പിന്നെ നോക്കി കഴിഞ്ഞപ്പം അതങ്ങ് കട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു. എന്ത് അവസ്ഥയാണ്! 9 വയസ്സുള്ള കൊച്ചാ നോക്കണം. 9 വയസ്സുകാരിക്ക് വലത് കൈയാണ് പോയേക്കുന്നത്. ആരുടെ അനാസ്ഥ കൊണ്ടാ? എന്നിട്ടും അവർക്ക് സഹായം കൊടുക്കാമെന്ന് പറഞ്ഞു. ഇന്നേ വരെ അവർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ ആ കുട്ടിക്ക് ഒരു കൃത്രിമ കൈയുണ്ട്. ആര് കൊടുത്താന്നറിയോ? പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൊടുത്താണ്. ഇത് ചില കാര്യങ്ങൾ നമ്മൾ രാഷ്ട്രീയം പറയാൻ പറ്റില്ല. കാരണം ചില കാര്യങ്ങളിൽ ഓരോ വ്യക്തിക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ ബാധ്യസ്ഥരായവരാണ് അവരുടെ മുന്നിൽ ദൈവം. ഇപ്പൊ അവര് പാർട്ടിക്കാരാണ് എങ്കിൽ ആ കുടുംബത്തിന് വോട്ട് പോയില്ലേ? വോട്ട് പോയില്ലേ? തന്റെ കുടുംബത്തിനൊരു അവസ്ഥ വരുമ്പോഴാണ് ഇത് എത്രത്തോളം ഭീകരമാണെന്ന് അറിയത്തുള്ളൂ. 9 വയസ്സുകാരി കുട്ടിയുടെ ഒരു സുപ്രഭാതത്തിൽ വലത് കൈ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അത് മുറ്റത്തെ തട്ടിത്തടഞ്ഞ് വീണിട്ട് കറക്റ്റ് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം ആ കുട്ടി വന്നു, വീട്ടുകാർ വന്നു, കൈ അനക്കാൻ പറ്റുന്നില്ല. അപ്പോഴും നോക്കിയില്ല. അതിൽ എന്തോ ചില്ലോ എന്തോ സംഭവം ഉണ്ട്, ആ മുറിവിന്റെ കയ്യിലുണ്ട്. അതൊന്നും എടുത്ത് കളയാതെ കെട്ടിച്ചുട്ടി വച്ചേക്കുവാണ്. എന്ത് വിശ്വസിച്ച് നമ്മൾ ഇവിടുത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പോകാൻ പറ്റില്ല. പിന്നെ ഹർഷിന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ ഇതേപോലെ തന്നെ ശസ്ത്രക്രിയക്ക് വിധേയായിട്ട് വയറ്റിനുള്ളിൽ കത്രിക എങ്ങാണ്ട് കുടുങ്ങി. പുള്ളിക്കാരത്തിൽ ഇപ്പോഴും എടുത്തിട്ടില്ല. അത് കേസായിട്ട് മുന്നോട്ട് നടക്കുകയാണ്. പിന്നെ അതേപോലെ സുമയ്യ എന്നൊരു പെൺകുട്ടി തൈറോയിഡ് ശസ്ത്രക്രിയക്ക് വിധേയായതാണ്. അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, വേണു മരിച്ച അതേ മെഡിക്കൽ കോളേജിൽ തന്നെയാണ് വിധേയായതാണ്. ശസ്ത്രക്രിയയുടെ കൂടെ അവിടെ ഗൈഡ് വയർ ഒരുപാട് ഫ്രീ ഉണ്ടെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരെണ്ണം തുന്നി കെട്ടി വെച്ചു കൊടുത്തു. അവർക്ക് യഥാവിധം ശ്വസിക്കാൻ പറ്റുന്നില്ല, അവർക്ക് ജോലി എടുക്കാൻ പറ്റുന്നില്ല. ഈ ഇത്രയും നാൾ ഇതിൽ വയറിന്റെ ഉള്ളിലോ കഴുത്തിന്റെ ഉള്ളിലോ നമ്മുടെ ശരീരത്തിന് എവിടെയെങ്കിലും കിടന്നതിന് ഒരു കുഴപ്പമില്ലാന്ന് പറയുന്നവർ ആദ്യം അവരുടെ ശരീരത്തിൽ ഇത് കെട്ടിവെച്ച് നോക്കണം. അതിന്റെ ബുദ്ധിമുട്ടെന്ന് അവരെടുത്ത് നോക്കണം. കാരണം എനിക്ക് ചോദിക്കാവുന്ന ഒരു കാര്യമുള്ളൂ, ഇപ്പോൾ ഒരു ശസ്ത്രക്രിയക്ക് എടുക്കുന്ന ഉപകരണങ്ങൾ എത്രയാണെന്ന് നമ്മൾ നോട്ട് ചെയ്യും. അത് തിരിച്ച് ശസ്ത്രക്രിയ കഴിയുമ്പോൾ ആ ഉപകരണം അതേപോലെ തന്നെ ഉണ്ടോ എന്ന് നോക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്കില്ലേ? അതോ ഇനി അത് കൂടുതലാവുകൊണ്ടാണോ ഈ രോഗിയുടെ വയറ്റിൽ തുന്നി കെട്ടി കൊടുക്കുന്നേ? അല്ല, നമ്പർ 1 ആരോഗ്യ കേരളം എന്ന് പറയുകയും ചെയ്യും. ഇവിടെയുള്ള സകല ആളുകൾ എന്തെങ്കിലും അസുഖം വന്നാൽ വിദേശത്തേക്ക് പോവുകയും ചെയ്യും. ഇപ്പൊ ഇവിടെയുള്ള മുഖ്യമന്ത്രി തന്നെ എത്ര പ്രാവശ്യം അമേരിക്കയിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്? അതെന്തിനാന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കുടുംബസമേതം പോണ കാണാം. ഇപ്പൊ റീസെന്റ് കണ്ണിന്റെ ആശുപത്രിയിൽ പോയത് മാത്രം ഒരു വാർത്തയായി. അപ്പോഴും നമ്മുടെ മലയാളികൾക്ക് അത് നാണക്കേടാണ്. തീർച്ചയായിട്ടും. കാരണം ഇത്രയും വലിയ പ്രബുദ്ധ കേരളമാണ്, അമേരിക്കയുടെ ഹോസ്പിറ്റലായിട്ട് നമ്മുടെ കേരളത്തെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന മുഖ്യമന്ത്രിയാണ് ഇപ്പോ ചെന്നൈ പോയിട്ട് കണ്ണിന്റെ ചികിത്സ നോക്കുന്നത്. അതും ഇവിടെ മുട്ടി നോക്കിക്കഴിഞ്ഞാൽ എന്തോരം കണ്ണാശുപത്രിയാണ് കിടക്കുന്നത്. അതെ, നമ്മള് സാധാരണ പറയുമ്പോൾ മുകളിലേക്ക് ഒരു പോലെയാണ് വരുന്നത്. അപ്പൊ പോലും ഇത്രയും ഈ കേരളത്തിലെ നമ്പർ 1 ആരോഗ്യ കേരളമാണെന്ന് ഇവിടുത്തെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജ്, മുഖ്യമന്ത്രിയായ പിണറായി വിജയനും എടുത്തു പറയുമ്പോൾ പിന്നെ എന്തിനാണ് ഈ നമ്പർ 1 ആരോഗ്യ കേരളം വിട്ടിട്ട് തമിഴ്നാട്ടിൽ പോയിട്ട് നോക്കുന്നത്, ചികിത്സ തേടുന്നത്? അത് വലിയൊരു പരാജയം തന്നെയല്ലേ? തീർച്ചയായിട്ടും അതിലും വലിയ പരാജയമായിരുന്നു. നമ്മളെല്ലാവരും
ടിവിയിലൂടെ ലൈവായിട്ട് കണ്ട ഒരു കാര്യമാണ് ബിന്ദു ചേച്ചിയുടെ മരണം. അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജ് എന്ന് മുദ്ര കുത്തി പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അത്തരത്തിലൊരു കെട്ടിടം പൊളിഞ്ഞു ചാടി ആ ചേച്ചി മരണത്തിന് കീഴടങ്ങുന്നത്. ഇത്രയും വലിയ നാണക്കേട് വേറെയുണ്ട്. അതും കുറെ രക്ഷാപ്രവർത്തനത്തിന് ഒരുപാട് സമയം എത്ര മണിക്കൂറാണ്, 2 മണിക്കൂർ എങ്ങാണ്ടാണ് വൈകിയത്. അവരെ വിളിച്ചു പറഞ്ഞിട്ട് എന്തോ വന്നില്ലാന്നോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നിട്ടും എന്താണ് ആ കുടുംബത്തിന് വേണ്ടി അവർ ചെയ്തത്? ശരിക്കും ആ അമ്മയുടെ ആ മോളുടെ ബൈസ്റ്റാൻഡർ ആയിട്ട് അമ്മ വന്നതല്ലായിരുന്നോ? അച്ഛൻ എന്തോ പുറത്തു പോയ സമയത്താണ് തിരിച്ചു വന്നപ്പോ മോള് പറയുന്ന അമ്മ ഇവിടെ ഇല്ല, അമ്മ ആ ഒരു കെട്ടിടത്തിലേക്ക് പോയേക്കുവാണ് എന്ന് പറയുന്നത്, എന്തോ വാഷ്റൂമിൽ എന്തോ യൂസ് ചെയ്യാൻ പോയതാണെന്ന് പറഞ്ഞു. അപ്പോഴും ആ അച്ഛൻ വിശ്വസിച്ച് ചിലപ്പോ താഴേക്ക് പോയിട്ടുണ്ടാകും, കാരണം ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അപ്പൊ ചിലപ്പോ താഴെ ഉണ്ടാകും എന്നൊരു വിശ്വാസമാണ്. ആ കെട്ടിടത്തിന്റെ കുടുങ്ങി കിടക്കുമായിരുന്നു അവര്. ചിലപ്പോ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ആ അമ്മേനെ രക്ഷിക്കാമായിരുന്നു. പകരം ആ അമ്മയുടെ മൂത്ത മോന് ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ജോലി കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അടിച്ചിട്ട് തലോടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല, ആർക്ക് പോയി? ആ കുടുംബത്തിന് പോയി. ഇപ്പൊ ആ മോളുടെ അവസ്ഥ എന്തായിരുന്നു? ആ മോളുടെ അവസ്ഥ എന്താണ്? കാരണം മോളുടെ ചികിത്സയ്ക്ക് ബൈസ്റ്റാൻഡറായിട്ട് വന്ന ഒരു അമ്മയാണ്. ആ അമ്മയുടെ ജീവനാണ് നഷ്ടമായത്. അവർ കിടന്ന് കരയുടെ കരച്ചിൽ കാണായിരുന്നു. അമ്മയും മോനും മോളും കൂടി കിടന്ന് കരയുടെ കരച്ചിൽ കാണായിരുന്നു. ഏതൊരു വ്യക്തിയാണെങ്കിലും സ്വന്തം കുടുംബത്തിന്റെ നട്ടല്ലെന്ന് പറയുന്നത് അമ്മയാണ്. കാരണം അമ്മയാണ് നമുക്ക്, നമ്മളിപ്പോ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി ചെന്ന്, നമ്മുടെ വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ പുറമേ പോകുമ്പോൾ നമ്മൾ ആദ്യം വിളിക്കുന്ന അമ്മ എന്നാ. അമ്മ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഓക്കെ എന്നുള്ള രീതിയാണ്. അപ്പൊ ആ ഒരു വിളിയാണ് അവർക്ക് നഷ്ടമായി പോയത്. ആര് കാരണം? ഈ നശിച്ച സിസ്റ്റം കാരണം. എല്ലാത്തിനും സിസ്റ്റം ഫെയിലർ ആണ്. അതെ, എന്ന് ഈ സിസ്റ്റം ശരിയാവും? ഇപ്പൊ നമ്മൾ റീസെന്റ് ഇവരുടെ കഴുത്ത് കുടുങ്ങിയ വാർത്ത കേട്ടു. KSUക്കാർ ഇവർ അറ്റാക്ക് ചെയ്തു കഴുത്തില്. ആ ഒരു വാർത്ത ശ്രദ്ധിച്ചായിരുന്നു. പുറകെ ICUലാണ്, ഒരൊറ്റ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. പിന്നെ ഇവർ എന്തിനാണ് കിടക്കുന്നത്? ഇതൊക്കെയാണോ നമ്മൾ ആരോഗ്യ കേന്ദ്രത്തിന്റെ ചികിത്സാ രീതി? അപ്പൊ അതിനുള്ളിൽ യഥാർത്ഥത്തിൽ കിടക്കുന്ന രോഗികളുടെയും സ്വിച്ച് ഓൺ ചെയ്യാതെയാണോ പ്രവർത്തിക്കുന്നത്? ആ വീഡിയോയിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാം, അതിലൊരു ഡോക്ടർ നിന്ന് ചിരിക്കുന്നുണ്ട്. അത് എന്തൊരു വിരോധാഭാസം പറയുമ്പോ ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ. ആരോഗ്യമന്ത്രി കറക്റ്റ് റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ചെന്ന് ആരോഗ്യമന്ത്രിയുടെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? പറയാൻ പറ്റത്തില്ല, ഇത്രയ്ക്ക് മോശമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഈ ജനങ്ങൾക്ക് ഒരാളുടെ കൈ പോയി, ഒരു കുഞ്ഞിന്റെ കൈ പോയി, ഒരു കുഞ്ഞിന്റെ ജീവൻ പോയി, ഒരു പ്രായമായ മനുഷ്യന്റെ ജീവൻ പോയി. പിന്നെ എന്താ, വേറൊരാളുടെ ഗൈഡ് വെയർ ഇപ്പോഴും ശരീരത്തിൽ കൊണ്ട് നടക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വാൽപ്പാറയിൽ അപകടമുണ്ടായ ഡ്രൈവറിന്റെ കാര്യം നമ്മൾ മറക്കാൻ പാടില്ല. നൗഷാദോ പേരറിയില്ല. ഓക്കെ, അയാളുടെ കാര്യം എന്ന് പറഞ്ഞാലും മിതമായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ശരിക്കും ഇവരല്ലേ ജീവൻ രക്ഷിക്കുന്നത്, യഥാവിധം കൊണ്ടെത്തിക്കും. ഇപ്പൊ നമ്മളൊക്കെ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാൽ നമുക്ക് എന്ത് ഉത്തരവാദിത്വം ഉണ്ട്? നമുക്ക് വല്ല ഉറപ്പുണ്ടോ? നമ്മൾ ചെന്ന് കയറിയ പോലെ ഇറങ്ങി വരും, നമുക്ക് വല്ല ഉറപ്പുണ്ടോ? ഒരു ഉറപ്പുമില്ല. പണ്ടൊക്കെ താൻ ബാധി ദൈവം ബാധി എന്നൊക്കെ ഡോക്ടേഴ്സ് ഒരു ധൈര്യം പറയും. ഇപ്പൊ താൻ ബാധി പോയിട്ട് ദൈവത്തിന് ചെയ്യാൻ പറ്റിയൊക്കെ ചെയ്യുമായിരിക്കും, പക്ഷെ അത്ര എഫേർട്ട് പോലും ഇവരെടുക്കില്ല. അല്ലെങ്കിൽ ഈ ഒരു കുഞ്ഞ് രണ്ടായിട്ട് കാണുന്നു, തല കറങ്ങുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പോലും അത് യാതൊരു മൈൻഡും വെക്കാതെ ചിരിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടേഴ്സിന് അവരെ വിളിക്കാൻ നമുക്ക് പറ്റില്ല. അവ ശരിക്കും പറഞ്ഞാൽ ഡോക്ടേഴ്സിന്റെ മാലാകമാരെന്നൊക്കെ പറയുമ്പോൾ ജീവൻ രക്ഷിക്കാൻ നോക്കുന്നവരാണ്. ഇവരതൊന്നും അല്ല ചെയ്തേക്കുന്നത്. ഒരു കുഞ്ഞിനെ മരണത്തിലേക്ക് തള്ളിവിടുക ചെയ്തേക്കുന്നത്. അവർ തന്റെ മുന്നിലേക്ക് വരുന്ന ഓരോ രോഗിയുടെയും ഈ സമയം തെറ്റുമ്പോൾ അത്രയും ആ ഒരു വിഷം അതിലേക്ക് ഇഞ്ചക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ അത് നോക്കാത്തത്? ആ കുട്ടിയുടെ അച്ഛൻ എന്താണെങ്കിൽ പറയണ്ടാവും പോലെ പാമ്പ് കടി ഏറ്റതാന്നുള്ളത്. എന്നിട്ട് ചിരിച്ച ലാഘവത്തോട് നിൽക്കണമെങ്കിൽ ആ ചിരിച്ച ആൾക്കാരുടെ മക്കളോ ആരെങ്കിലും ആണെങ്കിൽ ഇവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. അതാണ് വ്യത്യാസം. അപ്പൊ ഈ നമ്പർ 1 ആരോഗ്യ കേരളം ചാപ്പ കുത്താൻ മാത്രം ഇവിടെ അറിയാം. അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം സിസ്റ്റം ഫെയിലിയർ ആണെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ഇവിടുത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ. അല്ലെങ്കിൽ കണ്ണിന്റെ അത് കാണിക്കാൻ വേണ്ടിയിട്ട് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥ ഇവിടുത്തെ മുഖ്യമന്ത്രിക്ക് ഉണ്ടാവേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഈ പറഞ്ഞതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ പോകേണ്ട യാതൊരു കാര്യമില്ല. അപ്പൊ സിസ്റ്റം ഫെയിലിയർ തന്നെയാണ്, സമ്മതിച്ചു. ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ നമുക്കറിയില്ല ഇനി 3.0 ഉണ്ടാവോ ഇല്ലയോ എന്നുള്ള. എന്താണ് ഈ അവസാന കാലഘട്ടത്തിൽ പോലും ആരോഗ്യമന്ത്രിക്ക് നല്ല പേര് കേട്ട് ഇറങ്ങിപ്പോയുള്ള യോഗം ഇല്ല, ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാവില്ല. ഇനി വരുന്ന ആരോഗ്യമന്ത്രി എങ്ങനെയാണെന്ന് കണ്ടു തന്നെ അറിയണം.